2010 മമ്മൂട്ടിയെ നായകനാക്കി മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബെസ്റ്റ് ആക്ടർ. 2010 ക്രിസ്മസ് കാലത്ത് തിയേറ്ററിലെത്തിയ ഈ ചിത്രം മാർട്ടിൻ പ്രക്കാട്ടിന്റെ ആദ്യത്തെ സംവിധാന ചിത്രമായിരുന്നു. ഈ സിനിമയ്ക്ക് ബെസ്റ്റ് ആക്ടർ എന്നുള്ള പേര് വരാനുള്ള കാരണം ആ സിനിമയിലെ പ്രധാന കണ്ടന്റ് തന്നെയാണ്. എന്നാൽ അതിന്റെ പേരും അതിൽ അഭിനയിച്ചിരിക്കുന്ന താരങ്ങളെയും എടുത്ത് നോക്കിയാൽ നമുക്ക് വല്ലാത്തൊരു കൗതുകം തോന്നും. ആ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഒരു ഗ്യാങ് രൂപപ്പെടുന്നുണ്ട്. അഭിനയിക്കാനുള്ള അതിയായ മോഹം കൊണ്ട് അധ്യാപക ജോലി ഒഴിവാക്കി വരുന്ന മമ്മൂട്ടിയുടെ നായക കഥാപാത്രം കൊച്ചിയിലെത്തുന്നതും അവിടെ ഒരു ഗുണ്ടാ ഗ്യാങ്ങിനൊപ്പം ചേരുന്നതുമൊക്കെയാണ് സെക്കൻഡ് ഹാഫിലെ പ്രമേയം. ആ ഒരു ഗ്യാങ്ങിന്റെ കുറച്ച് പരിപാടികളൊക്കെ ആ സിനിമയിലുണ്ട്. നമ്മൾ ആ ഒരു ഭാഗം എടുത്തു നോക്കിയാൽ ആ സിനിമയുടെ പേരുമായി വലിയൊരു കൗതുകം കാണും. ആ ഗ്യാങ്ങിലുള്ളത് ആരൊക്കെയാണ്? മമ്മൂട്ടിയുണ്ട്, ലാലുണ്ട്, നെടുമുടി വേണുണ്ട്, വിനായകനുണ്ട്, സലീം കുമാറുണ്ട്. ഈ 5 പേരും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ബെസ്റ്റ് ആക്ടർ പുരസ്കാരം നേടിയവരാണ്. മലയാള സിനിമയിൽ എക്കാലത്തും ഏറ്റവും ചെറിയ വേഷങ്ങൾ ചെയ്യാൻ പോലും ഏറ്റവും മികച്ച നടന്മാർ നമുക്കുണ്ട്. അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് പേരുകളുണ്ട്. മാമുക്കോയ, ശങ്കരാടി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മികച്ച നടന്മാരുണ്ട്. ഈ ഒരു കൗതുകം നമ്മൾ ബെസ്റ്റ് ആക്ടറിൽ നോക്കുമ്പോഴും ആ സിനിമയിൽ ഈ ഒരു പോർഷനിലുള്ള 5 പേരും മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ളത് വല്ലാത്തൊരു കൗതുകമാണ്. അത് ഈ സിനിമയുടെ പേരും അത് തന്നെയാണെന്നുള്ളത് ഒരു കൗതുകം. ഒരു പക്ഷെ അന്ന് ഈ സിനിമ നടക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ വിനായകൻ മാത്രമാണ് മികച്ച നടനാവാതിരുന്നത്. പിന്നീട് കമ്മട്ടിപ്പാടത്തിലൂടെ അദ്ദേഹം മികച്ച നടനുള്ള പുരസ്കാരം നേടുകയായിരുന്നു.